ഞാൻ രജനി സുജിത്ത് തലശ്ശേരി. ഞാൻ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലയിൽ എനിക്ക് പായസത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടക്ക് കുറച്ച് വെള്ളം വെക്കാം. ഇത് നമുക്ക് അട കുതിർത്തി വെക്കാം, 10 മിനിറ്റ് കുതിർത്തി വെക്കാം ചൂടാക്കി. നമുക്ക് വെള്ളം ഒരുക്കാൻ വെക്കാം. നമുക്ക് പാൽപ്പൊടി കലക്കി വെക്കുക. നമ്മൾ വെള്ളം ഒരുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾക്ക് വേവിച്ച് ഊറ്റിവെച്ച അട ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾക്ക് കുറച്ച് വെന്ത ശേഷം ശർക്കര പാനി ഒഴിക്കണം, പിന്നെ ഏലക്കാപ്പൊടിയും ചേർക്കണം. നമ്മൾ അടപ്രഥമൻ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പാല് ചേർക്കാം. നമ്മളെ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയിടാം. ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല. പായസമൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രോങ് പോയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ പായസം മേക്കിംഗ്? ഒരു ഈസി പായസമായിരിക്കും കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നവർ പറഞ്ഞു നമുക്ക് കിട്ടണത് ചിലപ്പോൾ അടപ്രഥമൻ തന്നെയായിരിക്കും. ഞങ്ങൾ ഊഹം ശരിയായല്ലോ ഏകദേശം. പിന്നെ രാവിലത്തെ ഞാൻ അവരോട് പറഞ്ഞു ചിലപ്പോൾ നമുക്ക് പഴമൊക്കെ വെച്ചിട്ടായിരിക്കും അതിൽ ചെയ്യാന്ന് മൂന്നാളോട്. വന്നു അപ്പൊ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചില്ലെങ്കിലും ഓണല്ലേ, അപ്പൊ പ്രഥമനും പഴവും. ഓക്കെ, അപ്പം ഇത് എന്താണ് ആ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോണെന്നാണ് നമുക്ക് അറിയേണ്ടത്. 6 പേര് ഉണ്ടാക്കാൻ പോകും. 6 പേരിലും ഇത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സ്വാദ്, വേവ്, മധുരം. ഒരു കാര്യം കൂടെ പറഞ്ഞു, കിക്ക് എന്ന് പറഞ്ഞു. തിക്കും അതാ ഏറ്റവും പ്രധാനം പായസത്തിന്. അതിൻ്റെതായ കൊഴുപ്പ് കട്ടി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പിന്നെ 6 പേരും ഇവിടെ വരെ എത്തിയത് ഭാഗ്യം. അതില് ഒരാള് അത് ആർക്ക് കിട്ടിയാലും സന്തോഷം. നമ്മള് മുന്തിരി അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചത് കൂടി അതിൽ നമ്മൾ പായസം അടപ്രഥമൻ തയ്യാറായി. പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.